Hello everyone, welcome to Computer Science Hub. We are discussing about examples of PDA, and this is our fourth example. The question is, design a PDA for the language L is equal to A raised to N, B raised to M, A raised to N, where N, M greater than or equal to 1. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, സ്റ്റാർട്ടിങ് വിത്ത് എ എൻഡിങ് വിത്ത് എ ആൻഡ് ഇൻ ബിറ്റ്വീൻ എത്ര ബീസ് വേണമെങ്കിലും വരാം. ആൻഡ് റിമെമ്പർ ദ നമ്പർ ഓഫ് എസ്, ദ സ്റ്റാർട്ടിങ് വിൽ ബി ഈക്വൽ ടു നമ്പർ ഓഫ് എസ് ഇൻ ദ എൻഡ്. അതാണ് ശ്രദ്ധിക്കാനുള്ളൂ. ഇവിടെ എ റേസ് ടു എന്നും ഉണ്ട്, ഇവിടെ എ റേസ് ടു എൻ ആണ്. അതായത് എൻ്റെ നമ്പർ സെയിം ആയിരിക്കും, ബീൻ്റെ നമ്പർ എന്ത് വേണമെങ്കിലും ആവാം. ആൻഡ് ഇതെല്ലാതും ഗ്രേറ്റർ ഓർ ഈക്വൽ, അതായത് മിനിമം വണ്ണെങ്കിലും വേണം എന്ന്. അപ്പം നമുക്ക് കുറച്ച് എക്സാമ്പിൾ നോക്കാം അല്ലേ. അതായത് ഇവിടെ നോക്കിയാൽ 2 എ 3 ബീസ് ആൻഡ് 2 എസ്. ഓക്കെ, അതുപോലെ മിനിമം സ്ട്രിങ് കൊടുക്കുമ്പം എ ബി എ, ഇങ്ങനെ 3 എ 1 ബി 3 എ. അപ്പോൾ നമ്പർ ഓഫ് എസ് ഈക്വൽ ആയിരിക്കണം. നമ്പർ ഓഫ് ബീസിനെ നമ്മൾക്ക് കൗണ്ട് ചെയ്യുന്നില്ല, നമ്പർ ഓഫ് എസ് ആണ് നമ്മൾ കൗണ്ട് ചെയ്യുന്നത്. ആൻഡ് ഇത് വരയ്ക്കാൻ എങ്ങനെയായിരിക്കും? അപ്പോൾ ലെറ്റർ പി ഈസ് ഈക്വൽ ടു ക്യൂ സിഗ്മ ഗാമ ഡെൽ Q0 Z0 F be the PDA, where this Q is equal to Q0 Q1 QF and sigma is equal to AB and gamma is equal to AB Z0 and F is equal to QF. And ഇത്രയാണ് ഇനീഷ്യൽ കേസിൽ പറയുന്നത്. ഇനി എങ്ങനെയാണ് വരയ്ക്കാൻ നോക്കാം. അപ്പോൾ അതിന് മുന്നേ കൺസെപ്റ്റ് എങ്ങനെയാണെന്നറിയോ? അതായത് ആദ്യം കാണുന്ന എ ഉണ്ടല്ലോ, നമുക്ക് ഈ എയും ഈക്വൽ ആണോ എന്നാണ് നോക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇനീഷ്യലി എ വരുമ്പോൾ എനെ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യുക. ദെൻ ബി വരുമ്പോൾ നമ്മളൊന്നും ചെയ്യുന്നില്ല. എന്നിട്ട് വീണ്ടും എ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ ഈക്വൽ എക്ക് ഈക്വൽ ആയിട്ട് അങ്ങ് പോപ്പ് ചെയ്യാം. അങ്ങനെ ഈക്വൽ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്കത് കഴിയും. ഓക്കെ, അതായത് സ്റ്റാക്ക് എംപ്റ്റി ആവും, ഇൻപുട്ട് തരുമ്പോൾ സ്റ്റാക്ക് എംപ്റ്റി ആവും. നമുക്ക് നോക്കാം. അപ്പം നമ്മൾ എപ്പോഴത്തെയും പോലെ തന്നെ ഒരു എക്സാമ്പിളിനെ ബേസ് ചെയ്ത് നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് ഞാൻ എടുത്തുള്ള എക്സാമ്പിൾ. ആൻഡ് ഫിഗർ വരച്ചു തുടങ്ങാം, കാരണം ഡെഫിനിഷൻസ് ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ക്യൂ സിഗ്മ എല്ലാം അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി ഫിഗർ വരച്ചു തുടങ്ങാം. Q0 ഇനീഷ്യൽ സ്റ്റേറ്റ് Q0 ആണ്. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ Q0 വെക്കുന്നു, ഒരു സ്റ്റാക്ക് വെക്കുന്നു. ദെൻ സ്റ്റാക്കിലേക്ക് Z0 പുഷ് ചെയ്യണം. അതായത് ഇൻപുട്ട് ആപ്സിലോൺ ആൻഡ് സ്റ്റാക്ക് ടോപ്പ് ആപ്സിലോൺ ആണെങ്കിൽ Z0 സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യാം. ഇപ്പോൾ ഇൻപുട്ട് ആപ്സിലോൺ ആണ്, ഇൻപുട്ട് എടുക്കണില്ല, സ്റ്റാക്ക് ടോപ്പ് ആപ്സിലോൺ ആണ്. ഇപ്പോൾ സ്റ്റാക്ക് ടോപ്പിലേക്ക് Z0 പുഷ് ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് എന്താ? എ ആണ് സ്റ്റാർട്ട് ചെയ്യുക അല്ലേ. എ വരുമ്പോൾ നമുക്ക് അതിനെ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യാം. അപ്പോൾ ഇനീഷ്യൽ എ വരുമ്പോൾ എ ആയിരിക്കും, സ്റ്റാക്ക് ടോപ്പിൽ Z0 ആയിരിക്കും. അപ്പം നമ്മൾ എ Z0 ആക്കും. ദെൻ പിന്നെ നോക്കുമ്പോൾ സ്റ്റാക്ക് ടോപ്പിനകത്ത് എ ഉണ്ടാവും, എന്നാലും നമ്മൾ A0 കാണുന്ന വരെ പുഷ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് ഇതാണ്, ഇൻപുട്ട് എ, സ്റ്റാക്ക് ടോപ്പ് Z0. അപ്പോൾ സ്റ്റാക്ക് ടോപ്പിന് A Z0, അതായത് നമ്മൾ ഫസ്റ്റ് ഇൻപുട്ട് കൺസിഡർ ചെയ്യുന്നു, സ്റ്റാക്ക് ടോപ്പിനകത്ത് Z0 ആണ്, നമ്മൾ എനെ പുഷ് ചെയ്യുന്നു. അപ്പോൾ A Z0 ആയി. ഇനി ഇൻപുട്ടും എ, സ്റ്റാക്ക് ടോപ്പും എ, ദെൻ എ, അതായത് നമ്മുടെ നെക്സ്റ്റ് ഇൻപുട്ട് എടുക്കുമ്പോൾ എ ആണ് ആൻഡ് സ്റ്റാക്ക് ടോപ്പിനകത്ത് എ ആണ്. ദെൻ അഗെയിൻ നമുക്ക് എനെ പുഷ് ചെയ്യാം. സോ 2 എ കിട്ടി. അപ്പോൾ എത്ര എസ് ഉണ്ടെങ്കിലും ഈ കൺസെപ്റ്റ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇനി ബി വരെയാണ് വേണ്ടത്. ബി വരുമ്പോൾ നമ്മൾ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യാൻ പോവാം. ഇൻപുട്ട് ബി ആയിരിക്കും, സ്റ്റാക്ക് ടോപ്പിൽ എന്തായിരിക്കും? എ കഴിഞ്ഞിട്ടല്ലേ ബി വരേണ്ടത്, അതുകൊണ്ട് സ്റ്റാക്ക് ടോപ്പിൽ എന്തായാലും എ തന്നെയാണ് ഉണ്ടാവുക. ഇൻപുട്ട് ബി, സ്റ്റാക്ക് ടോപ്പിൽ എ. അങ്ങനെയാണെങ്കിൽ ഈ എനെ എ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യുക, അതായത് ചേഞ്ച് ചെയ്യേണ്ട, സ്റ്റാക്ക് ടോപ്പിൽ ഒന്നും ചേഞ്ച് ഒന്നും ചെയ്യേണ്ട. നമ്മൾ ബി ജസ്റ്റ് റീഡ് ചെയ്യുന്നേ ഉള്ളൂ, ബീനെ സ്റ്റാക്കിലേക്ക് കൊണ്ടുവരുന്നില്ല. ബി അപ്പോൾ പുതിയ സ്റ്റേറ്റിലേക്ക് പോയി. ദെൻ അവിടെ ലൂപ്പ് ചെയ്യാണ് നമ്മൾ, എത്ര ബി വന്നാലും. ഇപ്പോൾ നോക്കി, 1 ബി കഴിഞ്ഞു, 2 ബി 3 ബി, എത്ര ബിക്ക് വേണമെങ്കിലും ജസ്റ്റ് അത് റീഡ് ചെയ്ത് വിടുന്നേ ഉള്ളൂ ബീനെ. ദെൻ ഇനി എ വരുമ്പോഴാണ് പോപ്പിംഗ്. ഫസ്റ്റ് എ വരുന്ന സ്റ്റാക്ക് ടോപ്പിനകത്തും എ ആണെങ്കിൽ പോപ്പ് ചെയ്യുക. എ വന്നു, സ്റ്റാക്ക് ടോപ്പിനകത്തും എ ആണ്, പോപ്പ് ചെയ്യുക. അപ്പോൾ ഇപ്പം നോക്കാമല്ലോ, നമ്മളുടെ ഇവിടുത്തെ എ വന്നു ആൻഡ് സ്റ്റാക്ക് ടോപ്പിൽ എ ആണ്. അപ്പോൾ ഈ എനെ നമുക്ക് പോപ്പ് ചെയ്യാം. പോപ്പ് ചെയ്തു. ദെൻ വീണ്ടും അടുത്ത എ, ഇൻപുട്ടിലെ ലാസ്റ്റത്തെ എ വന്നു. അപ്പോൾ ഈ ലൂപ്പ് തന്നെ വർക്ക് ചെയ്യുന്നു. സ്റ്റാക്ക് ടോപ്പിനകത്ത് എ ഉണ്ട്, ആ എനെയും പോപ്പ് ചെയ്തു. അപ്പോൾ ഇനി എന്താ? ഇൻപുട്ട് കഴിഞ്ഞപ്പോൾ സ്റ്റാക്ക് ടോപ്പിനകത്ത് Z0 ആണ്, Z0നെയും പോപ്പ് ചെയ്ത് നമുക്ക് എൻഡ് ചെയ്യാം. ആപ്സിലോൺ, അതായത് ഇൻപുട്ട് ആപ്സിലോൺ ആയി, സ്റ്റാക്ക് ടോപ്പിനകത്ത് Z0 ആണ്, സ്റ്റാക്ക് ടോപ്പിനകത്ത് ആപ്സിലോൺ കൊടുക്കുക, എൻഡ് ചെയ്യുക, കഴിഞ്ഞു. സോ ഇതാണ് നമ്മളുടെ PDA ഫോർ ദ ലാംഗ്വേജ് L is equal to A raised to n, B raised to m, A raised to n. അപ്പം നമ്മൾ ഇതുവരെ ഒരു 4 എക്സാമ്പിൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഈ 4 എക്സാമ്പിൾ കൊണ്ട്
ഇനി ഏത് പ്രോബ്ലം വന്നു കഴിഞ്ഞാലും ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് അങ്ങനെ ഒരു ക്യാപ്പബിലിറ്റി നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഇത് ശരിക്ക് ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിച്ചാൽ അതായത് സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യുക, പോപ്പ് ചെയ്യുക. ഈ ഒരു പ്രോസസ്സ് മാത്രമേ നമ്മളുടെ കയ്യിലുള്ളൂ. അപ്പോൾ ഒരു സ്റ്റാക്കിന് പുഷും പോപ്പും മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഒരു മെത്തഡോളജിയിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞാൽ ഏത് പ്രോബ്ലം കിട്ടിയാലും നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ കൺസെപ്റ്റ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യൽ പ്രോബ്ലംസ് എക്സ്ട്രാ പറയുന്നുണ്ടല്ലോ, ഇതുമായിട്ട് ഇപ്പോൾ കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാലും ഇതിന്ന് ജസ്റ്റ് ഒന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇതിൻ്റെ തന്നെ പല വെറൈറ്റീസ് ആയിരിക്കാം ചോദിക്കുന്നുണ്ടായിരിക്കുക. ഇനി അതിലൊന്നും പെടാത്ത ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വേണം അല്ലെങ്കിൽ അതിന് എക്സ്പ്ലനേഷൻ വേണമെന്നുണ്ടെങ്കിൽ കമൻസിൽ പറയാം. അത് ഞാൻ ചെയ്ത് ഞാൻ അതും കൂടെ ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയാണുള്ളത്. താങ്ക് യു.